കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നെ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. അമ്മ തന്നുദരത്തിൽ എന്നെ കണ്ടല്ലോ, നിത്യദയയോടെ വീണ്ടെടുത്തല്ലോ. ദയോളം ചുമക്കാമെന്നരുളിയോ നീ, നിന്നോട് തുല്യനായ ആരുമില്ല. ദയോളം ചുമക്കാമെന്നരുളിയോ നീ, നിന്നോട് തുല്യനായ ആരുമില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. പാപിയായിരുന്നു എന്നെ തേടി വന്നല്ലോ, അവന നീളം ചിന്തി വീണ്ടെടുത്തല്ലോ. പാപിയായിരുന്നു എന്നെ തേടി വന്നല്ലോ, അവന നീളം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളം നടത്തിയിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളം നടത്തിയിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. അത് മഞ്ഞുപോലെ എന്നിൽ പൊഴിഞ്ഞു വീഴും, അത് മാരി പോലെ എന്നിൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്റെ എന്നെ വിട്ടുമാറുകില്ല. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. എല്ലാ ആഴ്ചയിലും ദൈവവചനവുമായി ലിവിംഗ് കരിസ്മയിൽ നമുക്ക് ഒത്തുചേരുവാൻ സർവശക്തനായ ദൈവം ഒരുക്കുന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരികയാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ഇതൊരു ആത്മീയ ശുശ്രൂഷയാകിയാൽ തമ്മിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന സർവശക്തനായ യേശുവിൻ്റെ സാന്നിധ്യം, സാമീപ്യം നിങ്ങൾ ഓരോ സെക്കൻഡും അനുഭവിച്ചറിയുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ അയക്കുന്ന കത്തുകൾ, നിങ്ങൾ വിളിക്കുന്ന ടെലിഫോൺ സന്ദേശങ്ങൾക്കൂടെയൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്നും നിങ്ങൾ ഈ മെസ്സേജുകൾ ശ്രദ്ധിക്കുന്നു എന്നും അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. സർവശക്തനായ ദൈവം നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്ന ദൈവത്തിൻ്റെ വചനം 3 യോഹന്നാൻ അതിൻ്റെ 2-ാമത്തെ വാക്യമാണല്ലോ. പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ തൻ്റെ ലേഖനങ്ങളിലെല്ലാം സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായി നമ്മൾക്ക് കഴിഞ്ഞ ലക്കങ്ങളിൽ ചിന്തിപ്പാനായിട്ട് ഇടയായി തീർന്നു. യോഹന്നാനെ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി നമ്മൾ കാണുന്നു. യേശു സ്നേഹിച്ച ശിഷ്യനെന്ന്
നമ്മൾ വിവിധ ഭാഗങ്ങളെ വായിച്ചറിയുന്നു. യേശുവിനെ സ്നേഹിക്കുകയും യേശു സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഒരു ആത്മീയ നിലവാരം യോഹന്നാന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീരുന്നു. ഇവിടെ യോഹന്നാൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾക്ക് കാണുവാൻ കഴിയണം. ഒന്നാമത്തെ പ്രത്യേകത, യോഹന്നാൻ അതുല്യ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ്. എന്താണ് അതുല്യമായ സ്നേഹം? തൻ്റെ ലേഖനത്തിൽ പ്രത്യേകമായും ഈ 3 യോഹന്നാനിൽ 4 സ്ഥലങ്ങളിൽ പ്രിയനെ എന്നുള്ള ഭാഗം എടുത്തു പറഞ്ഞിരിക്കുന്നതായി കാണുകയാണ്. 1, 2, 5, 11 വാക്യങ്ങളിലാണ് അത് എടുത്തു കാണുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ പ്രിയ ഗായോസ് എന്ന് കാണുകയാണ്. രണ്ടാമത്തെ വാക്യത്തിൽ പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ അവിടെയും പ്രിയനെ എന്ന് എടുത്തു കാണുകയാണ്. 5-ാമത്തെ വാക്യത്തിൽ പ്രിയനെ നീ സഹോദരന്മാർക്ക് വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിലൊക്കെയും വിശ്വസ്തത കാണിക്കുന്നു എന്ന് എടുത്തു പറയുക, അവിടെയും പ്രിയനെ എന്നെടുത്ത് കാണുകയാണ്. 11-ാമത്തെ വാക്യത്തിൽ പ്രിയനെ നന്മയല്ലാതെ തിന്മ അനുകരിക്കല്ലേ. ഇപ്പോൾ ഈ കൊച്ചു അധ്യായത്തിൽ തന്നെ 4 സ്ഥലങ്ങളിൽ പ്രിയനെ എന്ന് എടുത്തു പറയുകയാണ്. ഡിയർ ഫ്രണ്ട് ഓർ ബിലവഡ് എന്ന് എടുത്ത് പറയുകയാണ്. നമ്മളൊരാളെ ഡിയർ എന്ന് പറയണമെങ്കിൽ, പ്രിയനെ എന്ന് പറയണമെങ്കിൽ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് ഒരു സ്നേഹം നിഴലിച്ച് കാണണം. ഈ പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ആ ലേഖനത്തിൽ ഗായോസിനോടുള്ള സ്നേഹം പൂർണ്ണമായി നിഴലിച്ച് കാണുകയാണ്. അത് മറ്റുള്ളവർ കാണിക്കാനുള്ള സ്നേഹമായിരുന്നില്ല, പിന്നെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് വന്ന ആ പ്രത്യേക ശബ്ദം പ്രിയനെ എന്നുള്ള വാക്ക് അത് പുറമെ അഭിനയിച്ച് കാണിക്കുകയായിരുന്നില്ല, പിന്നെ അകത്തുനിന്ന് വന്ന സ്നേഹമായിരുന്നു. ഇന്നത്തെ ആധുനിക ലോകത്തെ നമ്മൾ കാണുന്നത് മുഴുവനും അഭിനയത്തിൻ്റെ ലോകമാണ്. സിനിമയിലായാലും ടി വിയിലായാലും സീരിയലിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും എവിടെയും ലോകം ഒരു അഭിനയത്തിൻ്റെ നിലവാരത്തിൽ കാണുകയാണ്, അഭിനയിച്ച് കാണിക്കുക. അത് പുറമേ ഉള്ള സ്നേഹം അഭിനയിക്കുമ്പോൾ അകത്ത് സ്നേഹമില്ലാതെ തന്നെ അഭിനയിക്കാൻ കഴിയും. സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി സ്നേഹം അഭിനയിക്കുന്നവരെ നമ്മൾ കാണുകയാണ്. മറ്റുള്ളവർ എനിക്ക് എന്ത് തരും, എന്ത് ചെയ്യും എന്നുള്ള നിലവാരത്തിലാണ് പലരും തിരിച്ചങ്ങോട്ട് സ്നേഹിക്കുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാനെ കാണുന്നത് അങ്ങനെയുള്ള സ്നേഹമായിരുന്നില്ല. യോഹന്നാനെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു ലേഖനത്തിൽ തന്നെ 4 ഭാഗങ്ങൾ പ്രിയനെ എന്ന് പ്രത്യേകമായി എടുത്ത് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹിക്കാൻ പഠിക്കണം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. മക്കൾ അമ്മയപ്പന്മാരെ സ്നേഹിക്കുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കണം. അമ്മയപ്പൻ മക്കളെ സ്നേഹിക്കുന്നതും അങ്ങനെ തന്നെ ആയിരിക്കണം. മറ്റുള്ളവരെ സ്നേഹിക്കാനും കഴിയുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ നമുക്ക് എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ബൈബിൾ പറയുന്നു, ദൈവം സ്നേഹം തന്നെയാകുന്നു. സ്നേഹം തന്നെയാകുന്ന ദൈവം നമ്മളിൽ ഇറങ്ങി വസിക്കുമ്പോൾ ആ സ്നേഹം നമ്മളിൽ കൂടെ മറ്റുള്ളവർക്ക് പ്രതിഫലിക്കണം. എന്താ ദൈവം നമ്മളെ കാണിച്ച ഏറ്റവും വലിയ സ്നേഹം? പ്രിയ ദൈവമക്കളെ വളരെ ഗൗരവമായി അറിഞ്ഞിരിക്കേണ്ട കാര്യം, പിതാവായ ദൈവത്തിന് ഓമനപുത്രനായ യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് വേണ്ടി സ്വർഗത്തിൻ്റെ സകല മഹിമകളെയും വിട്ട് താണഭൂമിയിലേക്ക് കടന്നു വന്ന് 33.5 തിരുവയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിക്കുകയും ചെയ്ത അനന്തരം നമ്മൾക്ക് വേണ്ടി 2 കള്ളന്മാരാ നടുവിൽ 3 ആൾമാരെ തൂങ്ങപ്പെട്ടു. യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് അത്ഭുതങ്ങൾ ചെയ്യാൻ മാത്രമല്ല, യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് അടയാളങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, വെള്ളം വീഞ്ഞാക്കാനോ, കൂട്ടന്മാരെ കണ്ണു തുറക്കാനോ, ചോടന്മാരെ ചെവി തുറക്കാനോ, മുടന്തന്മാരെ നിർത്തുവാനോ, മരിച്ചവരെ ഉയർപ്പിക്കുവാനോ അങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല യേശു വന്നത്. യേശുവിൻ്റെ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു എങ്കിലും യേശു വന്ന പ്രധാനപ്പെട്ട ദൗത്യം മാനവജാതിയുടെ പാപങ്ങളെ വഹിച്ച് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിക്കുവാനായിരുന്നു. ഒന്നാമത്തെ ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യവർഗം മുഴുവൻ പാപികളായി തീർന്നു. ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തു താണഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒന്നാമത്തെ ആദാമിനാൽ വന്ന മുഴുവൻ പാപങ്ങളെയും കഴുകി നമ്മളെ യേശു ക്രിസ്തുവിൻ്റെ മക്കളാക്കി തീർക്കുവാനിടയായി തീർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ബൈബിൾ പറയുന്നു, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു.
ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുക, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുക. അത് അഭിനയമാണ്. അഭിനയം കാണുമ്പോൾ നമുക്ക് തോന്നും സ്നേഹമാണെന്ന്. പക്ഷേ ദുഃഖത്തോടെ പറയുന്നു, ആ കാണിക്കുന്ന അഭിനയം കഴിയുമ്പോൾ ആ അഭിനയത്തിൽ കാണിച്ച സ്നേഹവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതമാണ്. നിങ്ങൾക്കറിയാം, നടിനടന്മാരൊക്കെ സ്നേഹം അഭിനയിക്കുകയും ആക്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും സ്വന്തം കുടുംബത്തിനും കുടുംബജീവിതത്തിനും സ്നേഹമില്ലാതെ പിന്നെ ഏറ്റവും ഒടുവിൽ ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നതായ കാഴ്ചകൾ നമ്മൾ ഈ അടുത്ത കാലത്ത് വരെ കണ്ടും കേട്ടും ഇരിക്കുകയാണ്. അപ്പോൾ അഭിനയിക്കുന്ന സ്നേഹമൊന്ന്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സ്നേഹമൊന്ന്. പ്രിയമുള്ളവരെ, ഉദാത്തമായ ശക്തമായ സ്നേഹം ഈ ഭൂമിയിൽ നാം കണ്ടത് ഒന്നേ ഉള്ളൂ. അത് കാൽവരിയിൽ യേശുക്രിസ്തു നമ്മളെ സ്നേഹിച്ച സ്നേഹമാണ്. അത് നമ്മളിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചല്ല യേശു നമ്മളെ സ്നേഹിച്ചത്. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും എന്ന് വിചാരിച്ചല്ല യേശു സ്നേഹിച്ചത്. നമ്മൾ സ്നേഹിക്കാതിരുന്നപ്പോൾ, നമ്മൾ ഒന്നുമില്ലാതിരുന്നപ്പോൾ, നമ്മൾ പുറംപറമ്പിൽ എറിയപ്പെട്ടപ്പോൾ, നമ്മൾ പാപത്തിൻ്റെ അടിമകളായിരുന്നപ്പോൾ, കുഴഞ്ഞ ചേറ്റിൽ നാശകമായ കുഴിയിൽ നമ്മൾ കടന്നപ്പോൾ നമ്മൾക്ക് വേണ്ടി കാൽവരിയിലേക്ക് ഇറങ്ങി വന്ന് സകല ലോകത്തിൻ്റെ പാപത്തിന് വേണ്ട പ്രൈസ് കാൽവരി ക്രൂശിൽ യേശു കെട്ടിവെച്ചു. അതുകൊണ്ടാണ് ആ സ്നേഹം ഉദാത്തമായ സ്നേഹമാണ് എന്ന് വിശുദ്ധ ബൈബിളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റുള്ള സ്നേഹങ്ങളൊക്കെ അഭിനയിക്കുന്ന സ്നേഹമായിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് അഭിനയമല്ല, ഹൃദയം തുറന്നുള്ള സ്നേഹമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ വന്ന സകല രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കന്മാരും അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആന്തരികമായി ശ്രദ്ധിക്കുമ്പോൾ മറ്റുള്ളവരെ പലരും ശ്രദ്ധിച്ചില്ല, സ്നേഹിച്ചില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ രക്തപ്പുഴ ഒഴുക്കി ആ രക്തപ്പുഴയെ കൂടെ നീന്തി തുടിച്ച് അക്കരെ കയറി നേതാവായ ധാരാളം പേരെ നമുക്കറിയാം. എന്നാൽ യേശുക്രിസ്തു അണികളുടെ രക്തം ഒഴുക്കി അതിനകത്തുള്ള നീന്തി തുടിച്ച് അക്കരെ കയറി അവൻ രക്ഷപ്പെട്ട നേതാവായ ഒരാളല്ല യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ പ്രത്യേകത രക്തസാക്ഷി മരണമായിരുന്നില്ല, അത് പാപികൾക്ക് വേണ്ടിയുള്ള പ്രായശ്ചിത്ത മരണമായിരുന്നു. അതുകൊണ്ടാണ് കാൽവരി ക്രൂശിലെ യേശുക്രിസ്തുവിന്റെ മരണം പാപികളെ നമുക്കവിടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ളതായ പ്രായശ്ചിത്ത മരണമായിരുന്നു എന്ന് പറയാനായിട്ട് കാര്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമേശാത്ത യേശു പാപികളായ നമ്മൾക്ക് വേണ്ടി മരിച്ചതാണ് ഏറ്റവും വലിയ സ്നേഹം എന്ന് പറയുന്നത്. പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപമേശാത്ത യേശു പാപികളായ നമ്മൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അവരെ പാപം ആരും ക്ഷമിക്കുമെന്നുള്ളതായ കുറ്റബോധം മനുഷ്യനെ വേട്ടയാടുകയാണ്. അയ്യോ, ഞാൻ ഇത്ര കൊലപാതകം ചെയ്തു, ഞാൻ ഇന്ന മോഷണം ചെയ്തു, ഞാൻ ഇത്രമാത്രം കഞ്ചാവ് ബിസിനസ് ചെയ്തു, ഞാൻ ഇത്ര പേരെ കൊന്നു, ഞാൻ ഇത്ര കള്ളത്തരം കാണിച്ചു, ഞാൻ ഇത്ര മോഷ്ടിച്ചു. എൻ്റെ കഠിനമായ പാപത്തെ ആർക്ക് ക്ഷമിക്കാനും കഴിയും എന്നാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ചിന്ത. ആ കുറ്റബോധം അവനെ എപ്പോഴും എപ്പോഴും അവനെ ബോധർ ചെയ്തുകൊണ്ടിരിക്കും. ചെയ്തു പോയ തെറ്റുകൾ മനസാക്ഷിക്കകത്ത് കുത്തലുണ്ടാക്കുമ്പോഴാണ് മനുഷ്യന് എപ്പോഴും കുറ്റബോധമുള്ളവനായി മെൻ്റലി ഡിപ്രസ്ഡായിട്ട് അവൻ എപ്പോഴും ഡൗണായി തീരുന്ന അനുഭവം ഉണ്ടായിത്തീരും. പല ആളുകളും തെറ്റുകൾ ചെയ്തിട്ട് വീണ്ടും തെറ്റുകൾ ചെയ്യാത്തക്കോണമായി അവരുടെ മനസ്സ് കഠിനപ്പെട്ട് അവരെ വല്ലാത്തൊരു താഴമ്പിച്ച മനസ്സ് ഉള്ളവരെ തീരുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും കുറ്റം ചെയ്യാനുള്ള പ്രേരണ ഉണ്ടാകുന്നത്. ജയിലിൽ തെറ്റുകൾ ചെയ്തിട്ട് പുറത്ത് വന്നിട്ട് വീണ്ടും മര്യാദയ്ക്ക് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ ചെയ്തതിനേക്കാൾ കൂടുതൽ തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ, വാസന ഉണ്ടാകുകയാണ്. പിന്നെ നമ്മളൊരു ഇതെങ്ങനെ സംഭവിക്കുന്നത്? ഈ സാത്താനം മനുഷ്യനെ അടിമപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. തെറ്റുകൾ ചെയ്യാനായിട്ട്, പാപങ്ങൾ ചെയ്യാനായിട്ട്, എവിടെയെങ്കിലും ചെന്ന് അവസാനിക്കത്തക്കോണം സാറ്റാനിക് സ്പിരിറ്റ് എല്ലാം മനുഷ്യനെയും മുമ്പോട്ട് തള്ളിക്കൊണ്ടിരിക്കും. എന്നാൽ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഈ കുറ്റബോധം, ഈ പാപബോധം അവനെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ആർക്ക് കഴിയും? എൻ്റെ പാപങ്ങളെ മുഴുവൻ ഒരാൾ ക്ഷമിക്കുമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥമായി സമാധാനവും സന്തോഷമുള്ളവരെ തീരുമാനമെടുത്ത്. പിന്നെ നമ്മളെ ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ കുറ്റബോധത്തോടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളോട് ഞാൻ പറയട്ടെ, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാതെ പശ്ചാത്തപിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. നിങ്ങളുടെ പോക്കറ്റ് നിറച്ച ഇപ്പോൾ കഞ്ചാവോ ചരസോ ബീഡിയോ സിഗരറ്റോ ഉണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ അകത്തൊരു വടിവാൾ നിങ്ങൾ ചുറ്റിയിരിക്കുന്നു എന്ന് ഇരിക്കട്ടെ, നിങ്ങളുടെ കയ്യിൽ രഹസ്യമായ നിങ്ങൾ മാരക ആയുധങ്ങൾ ഒളിപ്പിച്ചു എന്ന് ഇരിക്കട്ടെ,
നിങ്ങൾ കൊലപാതകനെ, സ്വന്തം ഭാര്യയെ കൊന്നെന്നോ, മക്കളെ കൊന്നെന്നോ, അയൽവക്കക്കാരെ കൊന്ന ആ പാപബോധം, കുറ്റബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ജനിച്ച അന്ന് മുതൽ ചെയ്ത തെറ്റുകൾ നിങ്ങളുടെ അകത്തൊരു കുറ്റബോധമായി ഇന്ന് ഇരിക്കുന്നെങ്കിൽ, നിങ്ങളോട് എനിക്ക് പറയാനുള്ള വ്യക്തമായ സന്ദേശം ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാപത്തെ മുഴുവൻ ക്ഷമിച്ച് കളയാൻ എൻ്റെ ദൈവത്തിന് ഇന്ന് പദ്ധതിയുണ്ട്. ബൈബിൾ പറയുന്നു, നിന്റെ പാപം എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ ദൈവത്തിന് കഴിയും. ഒരിക്കൽ DL Moody പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മുമ്പിലേക്ക് സാത്താൻ ഒത്തിരി പാപങ്ങളുടെ പട്ടിക ഒന്നിനു പുറകെ ഒന്നായി കാണിച്ചുകൊണ്ടിരുന്നു. നീ ഇന്ന തെറ്റ് ചെയ്തവനല്ലേ, ഇന്ന പാപം ചെയ്തവനല്ലേ, നീ എന്തുകൊണ്ടാ പ്രസംഗിക്കുന്നത്, നീ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞവനെ ഇങ്ങനെ അതിശയപ്പെടുത്താൻ റെഡിയായിക്കൊണ്ടിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ, ഇങ്ങനെ ഇതെല്ലാം പാപങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ദേവദാസൻ ഏറ്റവും ഒടുവിൽ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ദർശനം കാണിച്ചു. അവൻ ചെയ്ത മുഴുവൻ പാപങ്ങളുടെ പുറത്തേക്കും യേശുവിൻ്റെ രക്തത്തിൽ ഒരു തുള്ളി വന്ന് വീഴുകയും പാപങ്ങൾ മുഴുവൻ കഴുകപ്പെടുകയും ചെയ്തതായി കണ്ടു. മൂടി ഉറക്കെ പറഞ്ഞ്, സാത്താനെ, ഞാൻ ആ ചെയ്ത പാപങ്ങളൊക്കെ ചെയ്തു തന്നെയാ, പക്ഷേ ഒരു കാര്യം, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പാപം ഇന്ന് എത്ര ഭയങ്കരമാണെങ്കിലും, എത്ര വലുതാണെങ്കിലും, ആരും ക്ഷമിക്കത്തില്ലെന്ന് കരുതുന്നതാണെങ്കിലും, ഇന്നത്തെ മെസ്സേജിന് മുമ്പിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കാൻ ദൈവത്തിന് കഴിയും. ടെൻഷൻ വേണ്ട, മെൻ്റലി ഡിപ്രസ്ഡ് ആകണ്ട. ഇന്നത്തെ ശുശ്രൂഷയിൽ ഞാൻ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെ കഴുകി ശുദ്ധീകരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നിന്റെ ഹൃദയത്തിലുള്ള എല്ലാ പാപങ്ങളുടെ അഴുക്കും അവൻ മാറ്റിക്കളയും. നിന്റെ ഹൃദയത്തിനകത്ത് കുടികൊണ്ടിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും എല്ലാ അഴുക്കുകളും ഇന്ന് പൂർണ്ണമായി കഴുകിക്കളഞ്ഞ് യേശുവിൻ്റെ ചോരയാൽ നിങ്ങൾക്ക് രൂപാന്തരം വരുത്തി നിങ്ങളെ പുതിയ മനുഷ്യനാക്കി തീർക്കാൻ ദൈവത്തെ. അതിനാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. നിക്കോദീമോസിനോട് യേശു പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. എന്താ പുതുതായി ജനിക്കുക എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നമ്മൾ പുറത്തോട്ട് വന്നത് നമ്മളുടെ ജനനം നമുക്കുണ്ടായി. അതിനെ നമ്മൾ വളരെ ആഘോഷപൂർവ്വമായി ആഘോഷിക്കുന്നു. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ജനന ദിവസം വളരെ ആഘോഷിക്കുന്നുണ്ട്. അത് കറക്റ്റായ കാര്യമാണ്. 9 മാസം നമ്മുടെ ഉദരത്തിൽ കടന്നിട്ട് ഒരിക്കലും കാണാത്തൊരു പുതിയ ലോകത്തിലേക്ക് വന്ന് ജീവിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയമുള്ളവരെ, അതൊരു സത്യമാണെങ്കിൽ ഈ പാപലോകത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ജനിക്കണം. എന്താ ഒന്നുകൂടെ ജനിക്കുക എന്ന് പറഞ്ഞാൽ, പാപം ഉള്ള ഈ ലോകത്തിൽ നിന്ന് പാപം ഇല്ലാത്ത ജീവിതം നയിക്കാനായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിന് വേണ്ടി സമർപ്പിക്കുന്നതിനെയാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. ബൈബിൾ പറയുന്നു, നിക്കോദീമോസിനോട് യേശു പറയുന്നു, അത് തന്നെയാണ്. വെരിലി വെരിലി ഐ സേ unto thee, except a man be born again, he cannot see the kingdom of God. ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് വീണ്ടും ജനിക്കുക എന്നുള്ളതാണ്. വീണ്ടും ജനിക്കാത്ത ആർക്കും സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്തു പോയ സകല പാപങ്ങളോടും ദൈവത്തോട് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. കർത്താവേ, ഇനി ഞാൻ പാപം ചെയ്യുകയില്ല, ഇന്നു മുതൽ നിനക്ക് വേണ്ടി ജീവിക്കാമെന്ന് സമർപ്പിക്കുന്ന ആ സമർപ്പണത്തിനെയാണ് വീണ്ടും ജന്മം അഥവാ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ വചനക്കേൾവിയുടെ മുമ്പിൽ നിങ്ങൾ ആ തീരുമാനത്തിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഏത് ജാതിയിലുള്ളവരാണെങ്കിലോ ഏത് മതത്തിലുള്ളവരാണെങ്കിലോ ഏത് പള്ളിക്കാരോ ഒരു വിഷയമേ അല്ല. പ്രിയമുള്ളവരെ, മരണം കഴിഞ്ഞാൽ ഒരു പള്ളിയില്ല, ഒരു സഭയില്ല, ഒരു നേതാവില്ല. നമ്മളെല്ലാം ഒറ്റയ്ക്ക് ദൈവസേന നിൽക്കേണ്ടതായിട്ട് വരും. എല്ലാ മനുഷ്യരും ദൈവത്തിന് മുമ്പിൽ ഒരുപോലെയായിരിക്കും. അതുകൊണ്ട് ഇന്നുവരെയും ചെയ്തു പോയ പാപങ്ങളോടൊരു പശ്ചാത്തലമുണ്ടായി കാൽവരിയിലേക്ക് നോക്കി യേശുവിൻ്റെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇന്നത്തെ വചനക്കേൾവിയുടെ മുമ്പിൽ കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ഹൃദയം തുറന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഈ നിമിഷം തന്നെ നിങ്ങളുടെ പാപത്തെ മുഴുവൻ ക്ഷമിക്കാൻ നമ്മുടെ കർത്താവിന് കഴിയും. നിങ്ങളുടെ മനസ്സിലെ കുറ്റബോധവും നിരാശയും ടെൻഷനും പാപബോധവും ഉണ്ടെങ്കിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇരിക്കുന്ന ഇടത്ത് മുറിയിലോ പുറത്തോ എവിടെയും ആയിക്കോട്ടെ അവിടെ ഇരുന്നുകൊണ്ട് മനസ്സ് തുറന്ന്, എനിക്ക് നിങ്ങളെ അറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, പക്ഷേ എന്നെയും നിങ്ങളെയും അറിയുന്ന കർത്താവ് നിങ്ങളുടെ അടുക്കൽ ഇപ്പോൾ ഇറങ്ങി വന്നിട്ടുണ്ട്. ആ ആണി പഴുതുള്ള കരം നിങ്ങൾ തലമേൽ ഇപ്പോൾ അവൻ വെക്കുകയാണ്.
അവൻ നിങ്ങളെ സൗഖ്യമാക്കുവാനും വിടിയിപ്പാനും നമ്മുടെ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. യേശുവേ, ഞാൻ പാപിയാണ്, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം നിറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ആമേൻ പറയുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഫീൽ ചെയ്യും. മനസ്സിൽ നിന്ന് ആ ഭാരം മുഴുവൻ മാറി, ആ പാപത്തിന് കെട്ട് മുഴുവൻ അഴിഞ്ഞു മാറി നിങ്ങൾ ഫ്രീ ആകും. പിന്നെ പഴയ പാപങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരത്തില്ല. പിന്നെ പഴയ പാപം ചെയ്യാൻ സാത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കത്തില്ല. നിങ്ങളുടെ പുതിയ വ്യക്തിയായി തീരും. അങ്ങനെ അനുഭവം ഉണ്ടാകുമ്പോൾ ബൈബിൾ വായിക്കാനും പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും ആരാധനയ്ക്ക് പോകാനും ദൈവവചനം കേൾക്കാനുമുള്ള ഉത്സാഹമുണ്ടാകും. പഴയ പാപങ്ങൾ ചെയ്യാൻ ഉത്സാഹം വരത്തില്ല. അത് കാണുമ്പോൾ വിരക്തി ഉണ്ടാകും. കുടിക്കുന്ന ആളുകൾക്ക് പിന്നെ കുടിക്കാൻ തോന്നത്തില്ല. വ്യഭിചാരം ചെയ്യുന്നവർക്ക് വ്യഭിചാരം ചെയ്യാനായി പോകാനായി താല്പര്യം തോന്നുകയില്ല. മോഷ്ടിക്കുന്ന ആളുകൾക്ക് മോഷണത്തിലേക്ക് പോകാനായി താല്പര്യം തോന്നത്തില്ല. കൊലപാതകം ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളവർക്ക് ആ സ്പിരിറ്റ് ദൈവം മാറ്റിത്തരും. നിങ്ങളുടെ വ്യാപരിക്കുന്ന ആ പൈശാചിക കെട്ടിനെ പൂർണ്ണമായി കർത്താവ് അഴിച്ചു മാറ്റി നിങ്ങൾ റിലീസാകും. നിങ്ങൾ എത്രയെല്ലാം നോക്കിയിട്ടും നിങ്ങൾക്കിത് ഫ്രീ ആകാൻ പറ്റുന്നില്ലല്ലോ. വീടിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയല്ലേ, നിങ്ങൾ തലമുറയെ ബന്ധിച്ചു വെച്ചിരിക്കുന്നല്ലേ. അതിൻ്റെ കാരണം മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ ശരിയാകുമ്പോൾ നിങ്ങളുടെ കുടുംബം ശരിയാകും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതികൾക്ക് ഭേദമുണ്ടാകും, സമാധാനമുണ്ടാകും. ജീവിതത്തിൽ മരണത്തിലേക്ക് നീങ്ങിയ പല ആളുകളെ, ജീവിതത്തിൽ കൊടും ക്രൂരതയിലേക്ക് നീങ്ങിയ പല ആളുകൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവർക്ക് സമാധാനമുണ്ടായി, അവർക്ക് സ്വസ്ഥതയുണ്ടായി. പ്രിയമുള്ളവരെ, ഉദാത്തമായ സ്നേഹം കാൽവരിയിൽ നമുക്ക് വേണ്ടി നൽകിത്തന്ന സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നിങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നേൻ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും അവൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ മഹത്വം കാണാനിടയായി. ഇന്നത്തെ വലിയ യേശുവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ. ഇന്നു മുതൽ അങ്ങേക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ന് വരെ ചെയ്തു പോയ തെറ്റുകൾ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കർത്താവേ, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുമോ അവരെ സ്നേഹിപ്പാൻ എൻ്റെ ദൈവശക്തനാണ്. ആ കാൽവരിയിലെ ഉദാത്തമായ സ്നേഹം ചോര ഒഴുക്കി അവസാനത്തെ ചോര വരെ നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന യേശുവിൻ്റെ നിർവാജ്യമായ സ്നേഹം നിങ്ങളെ ഇന്ന് കഴുകി ശുദ്ധീകരിച്ച് പുതിയൊരു മനുഷ്യനാക്കി തീർക്കട്ടെ, പുതിയൊരു വ്യക്തിയാക്കി തീർക്കട്ടെ. നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. ഇന്നത്തെ വചനക്കഴിയുടെ മുമ്പിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു വലിയ അത്ഭുതം ദൈവം ചെയ്യാൻ പോകുകയാണ്. വലിയൊരു അത്ഭുതത്തിന്റെ വീട്ടിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഒറ്റ കാര്യം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടണം. ഇന്നും മുതൽ ഞാൻ തെറ്റ് ചെയ്യത്തില്ല, ഇന്ന് വരെ ചെയ്തു പോയ തെറ്റ് കർത്താവെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് കരയുമ്പോൾ ദൈവം നിങ്ങളെ സഹായിക്കുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. ഒരു വലിയ വ്യത്യാസം ദൈവം വരുത്താൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളിരിക്കുന്ന മുറിയിൽ ആ ടിവിയുടെ മുമ്പിൽ നിങ്ങളുടെ കുടുംബമായിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയുന്ന വാചകത്തെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ പാപിയാണ്, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ. ഇന്നു മുതൽ അങ്ങയുടെ മകനായി മകളായി ജീവിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്കൊരു പുതിയ ഹൃദയം തരണമേ, എൻ്റെ നിരാശകളെ മാറ്റണമേ എന്ന് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ഞങ്ങളെ കാണിച്ച ഉദാത്തമായ ആ ദൈവികമായ സ്നേഹം ഈ ജനങ്ങളിലേക്ക് ദൈവം പകരുമാറാകണമേ. ചെയ്തു പോയ പാപങ്ങളോട് വിരക്തി ഞങ്ങൾക്ക് ഉണ്ടാക്കണമേ. കുടുംബത്തിൻ്റെ കർത്താവ് അസ്വസ്ഥതകളെല്ലാം വെടിവെച്ച് സമാധാനം സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാക്കണമേ. കഴിഞ്ഞ കാലം സാത്താൻ വേട്ടയാടിയ എല്ലാ അനുഭവങ്ങളുടെ നടുവിലും ഒരു അത്ഭുതം ദൈവം ചെയ്ത് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു അത്ഭുത വിടുതൽ ദൈവം കൽപ്പിക്കണമേ. ശരീരത്തോട് പോരാടുന്ന, മനസ്സുകളോട് പോരാടുന്ന, തലമുറയോട് പോരാടുന്ന, ബിസിനസ്സിനോട് പോരാടുന്ന, രോഗമിട്ട് ബന്ധിച്ച് ഒതുക്കുന്ന, സാമ്പത്തിക ക്ലേശപ്പെടുന്ന എല്ലാ പോരുകളും പേരും ജയമെടുക്കുന്നു. 2014 അടഞ്ഞു പോയ വഴികൾ 2015 ദൈവം തുറക്കണമേ കർത്താവേ. എല്ലാ കാറ്റും എല്ലാ കടലും അങ്ങ് ശാന്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷവും ഐശ്വര്യവും നൽകി ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അനുഗ്രഹം സന്തോഷമായി തീരട്ടെ. പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് പ്രത്യേകമായി വന്ദനം പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നന്മയുടെ വഴികൾ ദൈവം തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.
അവരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഈ നന്മ ചെയ്തതിൽ അവർക്ക് 1000 മടങ്ങ് പ്രതിഫലം കൊടുക്കുകയും അവർ തലമുറകളെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലിയ കൃപ അനുഭവിപ്പാൻ ദൈവമേ ഇവരെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു വിജയന്റെ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. തിരുവല്ലായിൽ മഞ്ഞാടിയിലേക്ക് വരുന്ന വഴിയിൽ ജോസി ജംഗ്ഷൻ സമീപം IPC പ്രയർ സെന്റർ സഭയിൽ എല്ലാ ഞായറാഴ്ച രാവിലെ 8 തൊട്ട് 11 വരെ ആരാധന നടന്നു വരുന്നു. നിന്റെ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുന്നു. ജാതി മത ഭേദമന്യേ ഏവർക്കും വന്ന് ആശ്വാസം പ്രാപിക്കാൻ കഴിയുന്ന ഒരു മിറക്കിൾ സെന്ററാണ്, പ്രയർ സെന്ററാണ് IPC പ്രയർ സെന്റർ. അവിടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ടീമുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 1 മണി വരെ അവിടെ വിടുതൽ ശുശ്രൂഷയും പ്രാർത്ഥനയും നടക്കുന്നു. ഞായറാഴ്ച വൈകിട്ട് 4 തൊട്ട് 6 മണി വരെ ഇംഗ്ലീഷ് സർവീസ് നടക്കുന്നു. നിങ്ങളുടെ ഏത് വിഷയമാണ് നേരിട്ട് വരികയോ ടെലിഫോണിൽ കൂടിയോ കത്തിൽ കൂടിയോ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തിരുവല്ലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ട്. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തിരുവല്ലയിലുള്ള പ്രാർത്ഥനാ കേന്ദ്രമാണ് IPC പ്രയർ സെന്റർ. പ്രാർത്ഥനയോടെ കടന്നു വരിക. നിങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നതും വരെ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലയിൽ ജോസീസ് ജംഗ്ഷൻ പുഷ്പേരി റോഡ് പ്രയർ സെന്റർ ഹാളിൽ ആത്മീയ സംഗമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11:30 വരെ. ഇംഗ്ലീഷ് വർഷം വൈകിട്ട് 4:30 മുതൽ 5:45 വരെ. ഏവർക്കും സ്വാഗതം. മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, തകർന്ന കുടുംബജീവിതം, ആത്മഹത്യ, പ്രശ്നമേതുമാകട്ടെ, യേശുക്രിസ്തുവിൽ കൂടി സമ്പൂർണ്ണ പരിഹാരം. എല്ലാ വെള്ളിയാഴ്ചയും 10:30 മുതൽ 1 മണി വരെ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ. ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. പാരമ്പര്യത്തെയല്ല, പത്യോപദേശത്തെ ഉയർത്തുന്നു. വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരിക, അനുഗ്രഹം പ്രാപിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിച്ചാലും സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെട്ടാലും ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ രാജു പോവക്കാല, IPC പ്രയർ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 90, ജോസീസ് ജംഗ്ഷൻ, പുഷ്പേരി റോഡ്, തിരുവല്ല 1. ഫോൺ 9847032151, 0469262350, 9744343051. Our email ID rajupavakala@gmail.com.